ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളിൽ കൂടെയും ടെൻഷനുകളിൽ കൂടെയൊക്കെ കടന്നു പോവുക. നമുക്ക് ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നമ്മളിതെല്ലാം കവർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. എന്നെ പോലത്തെ എല്ലാ ക്യാൻസർ ഫൈറ്റേഴ്സും എല്ലാവരും അങ്ങനെ തന്നെ. ക്യാൻസർ മാത്രമല്ല, നമ്മളിതുപോലെ ക്യാൻസറിനെ പോലെ തന്നെ പലതരം രോഗങ്ങളുള്ളവരെല്ലാവരും ഉണ്ട്. ഇപ്പം എല്ലാവരും നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മൈൻഡ് പവറാണ് ഏറ്റവും വലുത്. കാരണം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. കാരണം ഞാനാണെങ്കിൽ ഓൾറെഡി ഹാപ്പിയാണ്, ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഹാപ്പിയാണെന്ന് എൻ്റെ മനസ്സിനെ കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഏത് റൂമിൽ തന്നെ അല്ലെ വീട്ടിൽ തന്നെ നിൽക്കാറില്ല. ഞാൻ ഓൾറെഡി ടൗണിലേക്ക് ഞാൻ ഇറങ്ങാറുണ്ട്. കാരണം പഴയതുപോലത്തെ ദിനചര്യയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയായിരിക്കാം, ക്യാൻസർ ആണല്ലോ, പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഇത്രത്തോളം റൂമിൽ അങ്ങനെ അടച്ചിരിക്കണം, അല്ലെ റൂമിൽ കിടക്കണം, അങ്ങനൊന്നും വിചാരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. എൻ്റെ മൈൻഡ് പവർ അതാണ്. ഞാൻ ഓൾറെഡി മാസ്ക് ഒക്കെ വെക്കാറുണ്ട്, ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ട്. കാരണം എൻ്റെ പഴയ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാത്രം ഞാൻ മുമ്പോട്ടേക്ക് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. അത്രത്തോളം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ കുറേയൊക്കെ ഹാപ്പി ആയിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുക. നമ്മൾ രോഗിയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവരും നമ്മൾ തോറ്റുപോകും. പക്ഷേ എങ്കിലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. ചിലർ ഓക്കെ ആയിട്ട് എന്നോട് ഓടി വന്ന് എങ്ങനെയുണ്ട് ചേച്ചി, ക്ഷീണം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ എന്നെ ഇങ്ങനെ മാറി നിന്ന് വീക്ഷിക്കാറുമുണ്ട്. കാരണം ഇവർക്ക് ക്യാൻസർ ആണല്ലോ, എന്തിനാ ഈ പുറത്തിറങ്ങി ഈ കടയിൽ ഈ സാധനം മേടിക്കാൻ വേണ്ടി വരുന്നു, നല്ലൊരു പച്ചക്കറി മേടിക്കാൻ വേണ്ടി വരുന്നു, അത് മേടിക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ്. കാരണം ഈ ഒരു അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തെ തിരികെ പിടിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. ഈ തിരികെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ കുറേ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വീട്ടിൽ മാത്രം ഒത്തിരി ലക്ഷക്കണക്കിന് രൂപയുടെ എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിൽ മാത്രം ഇരുന്ന് എൻ്റെ മക്കൾ എനിക്ക് കുറച്ച് ജ്യൂസ് അടിച്ചു തന്നു, എൻ്റെ ഭർത്താവ് എനിക്ക് കുറച്ച് ജ്യൂസ് അടിച്ചു തന്നു, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി തന്നു, ഞാൻ ആ കട്ടിലേക്ക് കിടന്നു, എൻ്റെ ലൈഫ് ആ കട്ടിൽ തന്നെ തീരും, അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും എന്നോട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായത് കാരണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. കാരണം ഈ ഒരു ക്യാൻസറാണ് എന്നുള്ളൊരു സംഭവം കൊണ്ട് മാത്രം പുറത്തിറങ്ങരുത്. കീമോയുടെ ഒരു സമയത്തൊക്കെ നമ്മൾ അധികം ഇറങ്ങാൻ പറ്റത്തില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ കീമോയുടെ സമയത്തും ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് കാറിലൊക്കെ പോവും, പിന്നെ മാസ്ക് ഒക്കെ ഇടാറുണ്ട്, പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഓൾറെഡി എനിക്കിപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞു, കീമോ കഴിഞ്ഞു. എങ്കിലും ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എനിക്ക് നിൽക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ ക്യാൻസറിന് കാരണം ഇതാണ് അതാണ് പല കാര്യം പറയും. പക്ഷേങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ ഒരു മൈൻഡ് പവറാണ് ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇതൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളൊരു മനസ്സിന് നമുക്കൊരു ധൈര്യം വേണം, നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം വേണം. ഇതൊന്നുമില്ലാതെ ഞാൻ കട്ടിലിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കട്ടിലിൽ ഞാൻ 6 മാസം കിടന്നു, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ഹർഷ ആയിരിക്കില്ല പിന്നത്തെ ഹർഷ. അതുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഇതെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് ചോദിക്കുന്നവരോടൊക്കെ മറുപടി ഇതാണ്, നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രശ്നമേ അല്ല. കാരണം ഇന്ന് എൻ്റെ പാർട്ടിക്കാർ കുറച്ച് ടീംസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി തീരെ ഒരു സാമ്പത്തികം ഇല്ലാത്തൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ രണ്ടാമത് തിരിച്ചു വന്നു. അതൊക്കെ തിരിച്ചു വരും, ചിലർക്ക് അങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓൾറെഡി നമുക്കിപ്പം എന്നോടും പറഞ്ഞേക്കുന്ന 5 വർഷത്തിനുള്ളിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് അങ്ങനെ കരുതി തന്നെയാണ് നമ്മളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ വരും എന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട. വന്നതിൻ്റെ ബാക്കി എത്രയേ ഉള്ളൂ. നമ്മൾ ട്രീറ്റ്മെൻറ്റാണ്, നമ്മുടെ കാര്യങ്ങളാണ്, നമ്മൾ മുമ്പോട്ടൊക്കെ പോകണം, നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ച് ആരും രോഗിയാണ്, ക്യാൻസർ രോഗിയാണ് എന്ന് പറഞ്ഞ് ആരും വീട്ടിലിരിക്കണ്ട കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുക, നല്ല ചിരിക്കുക, ബഹളം വെക്കുക. പക്ഷേ നമ്മളൊരു പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് ചെയ്യണം കേട്ടോ. കാരണം അതായത് മാസ്ക് ഒക്കെ വെക്കുക, പിന്നെ എല്ലാ ആൾക്കൂട്ടം കൂടുന്നിടത്ത് നമ്മൾ ചെയ്യാതിരിക്കുക, ഇറങ്ങാതിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ നമ്മുടെ ലൈഫൊക്കെ സെറ്റാകും.
കാരണം ക്യാൻസർ പേഷ്യൻസിന് എല്ലാവർക്കും ഉള്ളൊരു മോട്ടിവേഷനായിട്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ എടുക്കണം. നിങ്ങളെല്ലാവരും ഒട്ടും വിഷമിക്കേണ്ട, ഇതൊക്കെ നമ്മൾ കവറാകും, ഇതെല്ലാം നമുക്ക് കടന്നു പോകും. നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുകളാണ്, നമ്മളൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ ഓപ്പറേഷൻ ഉണ്ടാകാം, അല്ല കീമോയുടെ എഫക്റ്റൊക്കെ നമുക്ക് ഭയങ്കരമാണ്, റേഡിയേഷൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ്, ഇതൊക്കെ നമ്മൾ കടന്നു പോവില്ലേ. ഇതൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് കുറേ കൂടെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതൊന്നും ചിന്തിക്കണ്ട, ഇതെല്ലാം കടന്നു പോകും. നമ്മുടെ മനസ്സ് നല്ല എന്നാ പറയുക ബലമായിട്ടിരിക്കുക. അതായത് നമ്മൾ ഓക്കെ